കഴിഞ്ഞ തവണ കപ്പിനും ലിപ്പിനുമിടയിൽ നഷ്ടമായ നഗരസഭയാണ് കോൺഗ്രസിന് എറണാകുളം കോർപ്പറേഷൻ. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമെന്നറിയപ്പെടുന്ന എറണാകുളം ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കണമെന്ന ആത്മവിശ്വാസത്തിൽ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാകമാനം കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാകുമ്പോഴും കോൺഗ്രസിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ജില്ലയാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നഷ്ടമായ എറണാകുളം കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കാൻ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഏകോപനം നടപ്പിലാക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച പരാതികൾക്കിടയില്ലാതെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ ഗോദയിലിറങ്ങി. കഴിഞ്ഞ തവണ ചില UDF വിമതന്മാരെ കൂട്ടുപിടിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എറണാകുളം കോർപ്പറേഷൻ ഭരിച്ചത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. കോൺഗ്രസിന് തനിച്ചു ഭൂരിപക്ഷം ലഭിക്കുന്ന കോർപ്പറേഷനകത്ത് ആവനാഴിയിലെ അവസാന അസ്ത്രവും പുറത്തെടുത്ത എണ്ണയിട്ട യന്ത്രം കണക്കെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ചലിപ്പിച്ച ഭരണം പിടിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. പരിചയസമ്പന്നതയ്ക്കും യുവത്വത്തിനും എല്ലാം ഒരേപോലെ മുൻതൂക്കം നൽകുന്ന സ്ഥാനാർത്ഥി പട്ടിക KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥികളായി ഓരോ ഡിവിഷനിലും സ്ഥാനാർത്ഥിത്വം നൽകി കോൺഗ്രസ്. പരിചയസമ്പന്നരെയും മാറ്റി നിർത്തിയില്ല. എല്ലാവരെയും ഒരു കൊടിക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു വലിയ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം, ഉമ്മൻചാണ്ടിയുടെയും K കരുണാകരന്റെയും കൈകളിലൂടെ കേരളത്തിൽ വികസനത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്തിയ ജില്ല എറണാകുളം. ആ എറണാകുളം ജില്ല എന്നും കോൺഗ്രസിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ്. സംസ്ഥാനത്താകമാനം കോൺഗ്രസ് തകർന്നടിയുമ്പോഴും എന്നും കോൺഗ്രസിന് നട്ടെല്ല് നിവർത്തി മുന്നോട്ട് പോകാൻ സാധിച്ച ജില്ല എറണാകുളമാണ്. ആ എറണാകുളം ജില്ലയിലാണ് കഴിഞ്ഞ തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ അപ്രതീക്ഷിതമായി കോൺഗ്രസിന് കൈവിട്ടുപോയത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് കേസാണ്. ഇത്തവണ കോൺഗ്രസ് എറണാകുളത്ത് മാത്രമല്ല എല്ലാ ജില്ലകളിലും കോൺഗ്രസ് ഭരണം പിടിക്കാൻ കോർപ്പറേഷനുകളും നഗരസഭകളും പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും പിടിച്ചെടുക്കാനുള്ള പോരാട്ടം തുടരുകയാണ്. ആ പോരാട്ടത്തിൽ കോൺഗ്രസിന് ആദ്യ പ്രഥമ പരിഗണന എറണാകുളം നഗരസഭ തന്നെയാണ്. എറണാകുളം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് വാണിജ്യ സ്ഥാപനങ്ങൾ, ഒരുപാട് വ്യവസായശാലകൾ ഇതെല്ലാം നിലനിൽക്കുന്ന കോർപ്പറേഷനകത്ത് അഴിമതിയുടെ കൂത്തരങ്ങാക്കി ഇടതുമുന്നണി മാറ്റിയപ്പോൾ ആ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ കോർപ്പറേഷനെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് കോൺഗ്രസിനുള്ളത്. സർവ്വമേഖലയിലും അഴിമതി കൊണ്ട് അമ്മാനമാടിയ ഇടതുമുന്നണി, അഴിമതിക്കാർക്ക് താരാട്ടുപാടിയ, അഴിമതിക്കാർക്ക് കച്ചേരി നടത്തിയ CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, MP-മാരായ ബെന്നി ബെഹന്നാനും ഹൈബി ഈഡനും TJ വിനോദും ഉമാ തോമസും അടക്കമുള്ള കോൺഗ്രസിന്റെ MLA-മാരും MP-മാരും ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സംശയമൊന്നുമില്ല, എറണാകുളം കോർപ്പറേഷന്റെ ഭരണം ഡിസംബർ 13-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എറണാകുളത്തു നിന്നും രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ വിലയിരുത്തുന്നത്.